നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. നേരം പുലരുന്നതിന് മുമ്പ് ഉണർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ദിവ്യകാരുണ്യീശോയെ നോക്കിയിരിക്കാനായിട്ട് നിനക്ക് പറ്റിയാൽ ആ ശക്തി നമ്മിലേക്ക് കടന്നു വരും. ദിവ്യകാരുണ്യ ശക്തി കടന്നു വരും. നമ്മൾ അത്ഭുതമായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും ഓരോ അത്ഭുതമായിട്ട് മാറണം. വിശുദ്ധ കുർബാനയാകുന്ന അത്ഭുതം, മഹാ അത്ഭുതം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശക്തിയായി കൂടെയുണ്ടാകണം. നമ്മുടെ കർത്താവ് എന്തോരം വേദനിച്ചിട്ടാ നമുക്ക് വിശുദ്ധ കുർബാനയായി മാറി സ്വയം നൽകിയതെന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യീശോയെ മുറുകെ പിടിക്കണം. ദിവ്യകാരുണ്യീശോ കടന്നു വരുന്ന സമയമാണ്. നമുക്ക് ഏറ്റവും ആഗ്രഹത്തോടുകൂടെ ഈശോയെ നമ്മുടെ അരികിലേക്ക് സ്വീകരിക്കാം. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകസമ്പത്തിനേക്കാൾ, ഈ ലോകബന്ധങ്ങളേക്കാൾ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈശോയെ, അങ്ങ് നൽകിയ വാഗ്ദാനമല്ലേ പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത് ദിനത്തിൽ പേടിച്ചു വിറച്ചിരുന്ന അപ്പോസ്തലന്മാര് ശക്തി പ്രാപിച്ചത് പരിശുദ്ധാത്മാവിന്റെ അടയാളം അവർക്ക് നൽകിയപ്പോഴാണല്ലോ. അഗ്നിനാവുകളായി പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ പത്രോസിന്റെയും കൂടെയുള്ളവരുടെ ഹൃദയം ജ്വലിച്ചു. അവർ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിൽ അന്നോളം അവരടക്കി വെച്ചിരുന്ന, അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അവര് പോലും അറിയാതെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോയെ കുറിച്ച് നമുക്ക് പറയാൻ, പ്രഘോഷിക്കാൻ നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടി ആഗ്രഹത്തോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. പരിശുദ്ധാത്മാവേ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ അധികമായി ഞങ്ങളിൽ നിറയണമേ, അളവില്ലാതെ നിറയണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് പരിശുദ്ധാത്മാവിനെ തരണമേ. ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സാന്നിധ്യമായി സന്തോഷമായി നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ, നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ, 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 അളവില്ലാതെ നിറയണമേ. ഓ, അളവില്ലാതെ
അളവില്ലാതെ നിറയണമേ. കൽവരിയിലെ കുരിശ് ഈ സമയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ച കർത്താവിൻ്റെ ചേതനയറ്റ ശരീരത്തിലേക്ക് ലുങ്കീനോസ് എന്ന് വിളിക്കുന്ന ഒരു പടയാളി കുന്തമുന കുത്തിയിറക്കി. കണ്ണുകൾ അടച്ചൊന്ന് കണ്ടേ, നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തുന്ന ലുങ്കീനോസ്. അവന്റെ കണ്ണിന് കാഴ്ച നൽകാതെ കർത്താവ് കടന്നു പോയതുള്ള പരിഭവം തീർക്കാൻ വേണ്ടിയുള്ള, ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള കുത്തായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ കുത്തിന്റെ ആഴം കൊണ്ടാണ് ഹൃദയം തുളഞ്ഞത്. അവിടെ നിന്ന് കുന്തം വലിച്ചെടുത്തപ്പോൾ ചീറ്റിത്തെറിച്ച രക്തവും വെള്ളവും പരിശുദ്ധാത്മാവിന് കാൽവരിയിൽ വെച്ച് സമൃദ്ധിയോടെ നൽകുന്ന കർത്താവ്. നമുക്ക് അതിലൊരു തുള്ളി ലുങ്കീനോസിന്റെ പൊട്ട കണ്ണിൽ വീണെന്നും അവൻ കാഴ്ചയുള്ളവനായി മാറിയെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നു. അന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധാത്മാവ്. വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം പാടി പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ചെന്നൊരു പാട്ടുണ്ട്. യേശുവിന്റെ പാർശ്വങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ നോക്കും കർത്താവിന്റെ തിരുവിലാവിലെ ആ മുറിവിലേക്ക്. അവിടെ നിന്നും ഒഴുകി വന്ന ആ വെള്ളമാണ്, ജലമാണ്, ആ രക്തമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയായി ഇന്നും നമ്മുടെ കൂടെയുള്ള സഹായകനായി കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവിൽ ചെന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ കാൽവരിയിൽ വെച്ച് ലുങ്കീനോസിന്റെ കണ്ണിന് കാഴ്ച കൊടുത്ത ആ തിരുജലത്തിന്റെ ശക്തി, ആ തിരുരക്തത്തിന്റെ ശക്തി ഇന്ന് ഈ ആരാധനാ വേളയിൽ ഇവിടെ എന്നിൽ പ്രകടമാക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചേ. ഒരുപാട് നിയോഗങ്ങളും കൊണ്ടല്ലേ നിങ്ങൾ വന്നത്, ഹൃദയം പൊട്ടുന്ന വേദനകളും കൊണ്ടല്ലേ നിങ്ങൾ വന്നത്. ആ വേദനയൊന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അതുപോലെ ആ കാൽവരിയിൽ തെറിച്ച വെള്ളത്തുള്ളി പോലെ ഒരു തുള്ളി കർത്താവേ എന്റെ ജീവിതത്തിലേക്ക് പതിക്കട്ടെ. ഞാൻ സൗഖ്യമുള്ളവനാകട്ടെ, സൗഖ്യമുള്ളവളാകട്ടെ. ഈശോയുടെ പാർശ്വങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധാത്മാവേ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞാൻ ശക്തിയുള്ളവനാകട്ടെ, ശക്തിയുള്ളവളാകട്ടെ. അങ്ങയെ പ്രഘോഷിക്കാൻ എൻ്റെ അധരം ഉണരട്ടെ, അധരം തുറക്കപ്പെടട്ടെ, നാവിൻ്റെ കെട്ടുകൾ അഴിക്കപ്പെടട്ടെ. ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. യേശുവിൻ പാർശ്വങ്ങളിൽ നിന്നും ഒഴുകും പ്രവാഹമേ ആത്മാവേ, എൻ്റെ ശരീരത്തെ പരിശുദ്ധ ബലിയാക്കാൻ എന്നെ കഴുകേണമേ. യേശുവിൻ പാർശ്വങ്ങളിൽ നിന്നും ഒഴുകും പ്രവാഹമേ ആത്മാവേ, എൻ്റെ ശരീരത്തെ പരിശുദ്ധ ബലിയാക്കാൻ എന്നെ കഴുകേണമേ. പ്രാർത്ഥിക്കും മക്കളെ. ഈശോ നമ്മെ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഈശോ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക.